എടുക്കുന്നത് ബഹുമാനനായ ബാസിം സാഹിബാണ്. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി. ഏറ്റവും പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അവന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഫജ്ർ ക്ലബിലൂടെ നാം കേൾക്കുന്ന, അറിയുന്ന ഉത്ബോധനങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെച്ച് വ്യക്തിത്വത്തെ ഇസ്ലാമികവൽക്കരിച്ച് ഉന്നതമായ ഗുണങ്ങളുള്ള വ്യക്തിത്വങ്ങളായി മാറുവാൻ സർവശക്തൻ എന്നെയും കേൾക്കുന്ന നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം മുഹമ്മദുൽ ഗസാലി, ആധുനിക പണ്ഡിതന്മാരിൽപ്പെട്ട ഷെയ്ഖ് മുഹമ്മദുൽ ഗസാലി, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു. കേൾക്കുന്നുണ്ടോ അസ്ലം? ക്ലിയർ ആണ്. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, മനുഷ്യരുടെ സ്വഭാവം എങ്ങനെയാണ് അറിയുക? ഗസാലി, രണ്ട് ഗസാലി ഉണ്ട്. ഒന്ന് അബൂ ഹാമിദുൽ ഗസാലിയാണ്. അത് ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒന്നാമത്തെ പരിഷ്കർത്താവ്, ആധുനിക പരിഷ്കർത്താക്കളിൽ ഒന്നാമത്തെ വ്യക്തിത്വം എന്നൊക്കെ പറയപ്പെടുന്ന ഹുജ്ജത്തുൽ ഇസ്ലാം, ഇഹ്യാ ഉലൂമുദ്ദീൻ ഒക്കെ എഴുതിയ മുജദ്ദിദായിട്ടുള്ള ഒരു ഗസാലി ഉണ്ട്. അദ്ദേഹമല്ല, ആധുനിക പണ്ഡിതന്മാരിൽപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ഗസാലി റഹിമഹുല്ലാഹ്, അദ്ദേഹമാണ് പറയുന്നത്. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, മനുഷ്യരുടെ സ്വഭാവം എങ്ങനെയാണ് അറിയുക? അദ്ദേഹം പറഞ്ഞു, ഭാര്യ രോഗിയാകുമ്പോൾ ഭർത്താവിന്റെ സ്വഭാവം മനസ്സിലാവും. ഭർത്താവ് ദരിദ്രനാകുമ്പോൾ ഭാര്യയുടെ സ്വഭാവം തിരിയും. പ്രയാസത്തിൽ സുഹൃത്തിന്റെ സ്വഭാവം ബോധ്യമാകും. മാതാപിതാക്കൾ വാർദ്ധക്യത്തിലാകുമ്പോൾ മക്കളുടെ സ്വഭാവം വെളിവാകും. അനന്തര സ്വത്ത് വീതിക്കുമ്പോൾ സഹോദരങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാവും. അന്യദേശത്ത് വെച്ച് ബന്ധുക്കളുടെ സ്വഭാവം തിരിച്ചറിയും. സ്വാർത്ഥ ലാഭം നഷ്ടപ്പെടുമ്പോ യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കും. ഈ എല്ലാ സാഹചര്യത്തിലും എന്നിട്ട് അവസാനം ഇതിന്റെ ഒരു കൺക്ലൂഷൻ പറയുന്നത്, ഈ എല്ലാ സാഹചര്യത്തിലും വിശ്വാസി തന്റെ സ്വഭാവത്തെ മുറുകെ പിടിക്കും എന്നാണ്. ഖുർആനിൽ നിന്നോ ഹദീത്തിൽ നിന്നോ ഉള്ള ശകലങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്. അതേസമയം മനുഷ്യരുടെ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന ശൈഥില്യത്തെ അദ്ദേഹം ഇസ്ലാമികമായ ഒരു വായന വായിക്കുകയാണ്.
സഹോദരങ്ങളെ, സഹോദരിമാരെ, പലപ്പോഴും നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് താത്വിക ഇസ്ലാമാണ്. ഇസ്ലാമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, എല്ലാ വിവരവും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ആളുകളോട് സമീപിക്കുമ്പോൾ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ, മതം എന്ന് പറഞ്ഞാൽ മനുഷ്യനാണല്ലോ, ആളുകളോട് സമീപിക്കുമ്പോൾ ഇതെടുത്ത് പ്രയോഗിക്കുവാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല. എനിക്കറിയാം, എല്ലാം അറിയാം. ഒരാളോട് എങ്ങനെ വർത്തമാനം പറയണം എന്ന് എനിക്കറിയാം, എന്ത് ചിന്തിക്കണം എന്ന് എനിക്കറിയാം. പക്ഷെ ഒരു സമയത്ത് ഇത് ഉപകാരപ്പെടുന്നില്ല. അങ്ങനെയാണ് പലപ്പോഴും വിശ്വാസി സമൂഹം കാണപ്പെടുന്നത്. ഒരു പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹം ഒരു കേൾവിക്കാരുടെ കൂട്ടമാണ്. കുറെ കേൾക്കുക, അത് യൂട്യൂബില് ഷോർട്സ്, റീൽസ്, സ്റ്റാറ്റസ്. ഒരു ദിവസം സ്റ്റാറ്റസിൽ നിന്ന് എത്ര ആയത്ത് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഏതാണ് നമ്മുടെ ഹൃദയത്തിൽ തടയുന്നത്? എന്തുകൊണ്ടാണ് തടയാത്തത് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക്, ഓർമ്മയിലേക്ക് കയറി വരാത്തത് എന്ന് ചോദിച്ചാൽ, നമ്മള് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ഇസ്ലാമികമായി ജീവിക്കണം എന്ന് താല്പര്യപ്പെടാത്തതുകൊണ്ടാണ്. അങ്ങനെ താല്പര്യപ്പെടുമ്പോ എനിക്ക് ഇവിടെ ഇത് ഉപയോഗിക്കണമല്ലോ എന്ന ചിന്ത വരും. മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് ഇദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അടയാളപ്പെടുത്തുന്നത്, ഭാര്യക്ക് സുഖമില്ലാത്ത സമയത്ത്, രോഗിയാകുമ്പോൾ ഭർത്താവിന്റെ സ്വഭാവം ബോധ്യപ്പെടും എന്നാണ്. ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, നമ്മുടെ ഇണകൾ ഒന്ന് തളർന്നാൽ അവരുടെ ഓട്ടം മുഴുവൻ നമുക്കുള്ളതാണ്, നമ്മുടെ മക്കൾക്കുള്ളതാണ്. അതെന്ന് മുതൽ? എന്റെ കുടുംബത്തിലേക്ക് കയറി വന്നത് മുതൽ. അപ്പൊ ഒരു ദിവസം അവർക്ക് റെസ്റ്റ് ആവശ്യപ്പെട്ടാൽ, എല്ലായിടത്തും കാഷ്വൽ ലീവും കമ്മ്യൂട്ടഡ് ലീവും ഉണ്ട് വീട്ടിലൊഴികെ. അപ്പൊ അവർക്കൊരു റെസ്റ്റ് വേണ്ടി വന്നാൽ അതിനെ ഉൾക്കൊള്ളുവാനും അവരോട് അഡ്ജസ്റ്റ് ചെയ്യുവാനും അവരുടെ പ്രയാസങ്ങളെ ഏറ്റെടുക്കുവാനും നമ്മൾ ഭർത്താക്കന്മാർക്ക് കഴിയുന്നുണ്ടോ? അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന പൊന്നിന്റെയും വസ്ത്രത്തിന്റെയും വീട്ടുപകരണങ്ങളുടെയും വലുപ്പവും ചെറുപ്പവും വിലയും തുകയുമല്ല അവരോടുള്ള സ്നേഹം. പ്രസ്റ്റീജ് കുക്കർ വീട്ടിലുണ്ടെങ്കിൽ ഭാര്യയോട് ഏറ്റവും നന്നായി സ്നേഹിക്കുന്നവനാണ് എന്ന് പരസ്യം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും നല്ല സ്നേഹം അവർ ഒന്ന് തളർന്നിരിക്കുമ്പോ നിനക്ക് ക്ഷീണമുണ്ടോ എന്ന ചോദ്യവും, എന്നാൽ നീ വിശ്രമിച്ചോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ കാണിക്കേണ്ടത് എന്നാണ്. അതല്ലാത്ത പൊന്നും ചക്കരയും ഒന്നും സ്നേഹത്തിന്റെ അടയാളങ്ങളല്ല. ഭർത്താവിന്റെ സാമ്പത്തികം കുറയുമ്പോ പലപ്പോഴും പ്രവാസികളായിട്ടുള്ള പുരുഷന്മാരുടെ പ്രശ്നം, നാട്ടിലെത്തിയപ്പോൾ തങ്ങൾക്ക് വിലയില്ല എന്നാണ്. ജോലിയില്ലാത്ത ഭർത്താവിന് വിലയില്ലാത്ത കുടുംബമാണോ എന്റെ കുടുംബം? എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഒരിക്കൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ 30 വർഷം ഗൾഫിലായിരുന്നു, ഇപ്പോ നാട്ടിലായപ്പോ അവളും മക്കളും ഒരു സെറ്റാണ്. എനിക്ക് ആ വീട്ടിലൊരു വോയിസും ഇല്ല, എന്നെ കേൾക്കാറില്ല. നല്ല ഒരു ഭക്ഷണം സ്വാദോടുകൂടി കഴിച്ചിട്ട് എത്രയോ കാലമായി എന്ന് പറഞ്ഞാൽ, ഭർത്താവിന്റെ വരുമാനം കുറയുമ്പോൾ ഭർത്താവിനോടുള്ള സ്നേഹം കുറയുന്നവരാണോ നമ്മൾ? സന്തോഷത്തിലും സന്താപത്തിലും സങ്കടത്തിലും ഉത്സാഹത്തിലും ആഹ്ലാദത്തിലും നേട്ടത്തിലും വീഴ്ചയിലും നഷ്ടത്തിലും ലാഭത്തിലും ഒക്കെയും ഭർത്താവിനോടൊപ്പം ചേരുമ്പോഴാണ് നമ്മൾ അവരുടെ വസ്ത്രമാകുന്നത്. മുന്ന ലിബാസുല്ലക്കും, വസ്ത്രമായി മാറണമെങ്കിൽ എല്ലാറ്റിലും ചേരണം. അതാണ് യഥാർത്ഥത്തിലുള്ള ഭാര്യയുടെ സ്നേഹം എന്നാണ്. അതുപോലെ തന്നെ പ്രയാസത്തിലാണ് സുഹൃത്തിന്റെ സ്വഭാവം മനസ്സിലാകുക. ആപത്തിൽ സഹായിക്കുന്നവനാണ് സുഹൃത്ത്. ആപത്തിൽ സഹായിക്കുന്നവനാണ് സുഹൃത്തെങ്കിൽ എന്റെ സുഹൃത്തിന്റെ വിഷമതകളെ മനസ്സിലാക്കിയിട്ട് ഇടപെടുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥ സ്നേഹം പ്രകടമാകുന്നത്. മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തുമ്പോഴാണ് അവരോടുള്ള സ്വഭാവം തെളിയേണ്ടത്. പരിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്നതും അതാണല്ലോ. മാതാപിതാക്കളുള്ള കടമകൾ എന്ന് പറയുന്നതിന് പകരം അവർ ഇമ്മ യബ്ലുഗന്ന ഇൻദക്കൽ കിബർ അഹദുഹുമ ഔ കിലാഹുമ,
അവരാരെങ്കിലും വാർദ്ധക്യത്തിലെത്തിയാൽ അവരോട് കാണിക്കേണ്ട പെരുമാറ്റത്തെ കുറിച്ചാണ്. അവിടെ തന്നെ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറയുമ്പോൾ ആ ബാഇനെ കുറിച്ച് പറയുന്നത് ബാ ഉൽ മുബാഷറ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇഹ്സാൻ, മാതാപിതാക്കളോട് ചെയ്യേണ്ട ഇഹ്സാൻ നേരിട്ട് ചെയ്യണം. നമ്മൾ നേരിട്ട് ചെയ്യലാണ് അവിടെ കടമ. അതല്ലാതെ ഹോം നേഴ്സിനെ വെച്ചോ വേലക്കാരികളെ വെച്ചോ എന്റെ ഉമ്മയുടെ മൂത്രമായിട്ടുള്ള വസ്ത്രം മാറ്റണമെങ്കിൽ എനിക്ക് കഴിയൂല, എങ്കിൽ അവർക്ക് ഭക്ഷണവും മരുന്നും കൊടുക്കാൻ ഞാനൊരാളെ വെച്ചിട്ടുണ്ടല്ലോ എന്നതാണെങ്കിൽ അത് ഇഹ്സാനാവുകയില്ല. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ എന്നാണ്. അപ്പൊ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവർ പിച്ചും പേയും പറയുന്നുണ്ടെങ്കിൽ, അവർ കുട്ടികളായി മാറുന്നുണ്ടെങ്കിൽ, അവരുടെ ആ കുട്ടിത്വത്തെ, അവരുടെ മറവിയെ, അവരുടെ അശ്രദ്ധയെ, അവരുടെ വീഴ്ചകളെ, അവരുടെ സംസാരങ്ങളെ ഉൾക്കൊള്ളുവാൻ പാകപ്പെടാത്തതാണ് എന്റെ ഹൃദയമെങ്കിൽ, വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹമാണ് നമ്മുടെ ഈമാൻ എന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെ അനന്തര സ്വത്ത് വീതിക്കുമ്പോഴാണ് മക്കളുടെ സ്വഭാവം തെളിയുക. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. മക്കൾ തമ്മിൽ മുതിർന്ന മക്കൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടുപ്പം എന്ന് പറയുന്നത് പലപ്പോഴും സാമ്പത്തികമാകുന്നു. നമുക്കിടയിൽ, നമ്മൾ സഹോദരങ്ങൾക്കിടയിൽ ബന്ധം കുറവുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സാമ്പത്തികമായിരിക്കും. ഞാൻ ഉദ്ദേശിച്ച, ഞാൻ ആഗ്രഹിച്ച സ്ഥലം അല്ലെങ്കിൽ സ്വത്ത് എന്റെ കയ്യിൽ വന്നില്ല എങ്കിൽ തകരുന്നതാണ് പല സുഹൃത്ത് ബന്ധങ്ങളും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹൈദരാബാദിൽ സമ്മേളനത്തിന് പോയപ്പോ എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം മറ്റൊരു സുഹൃത്തിന്റെ തോളിൽ കൈയിട്ട് തമാശകൾ പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ അടുത്തുള്ള ആളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് എന്റെ സ്വന്തം ജ്യേഷ്ഠനാണ് എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സ്വന്തം ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് ഒരു കളിക്കൂട്ടുകാരനെ പോലെ ഇവര് തോളിലോ കൈയിട്ട് തമാശ പറഞ്ഞു. അങ്ങനെയുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ കിട്ടുമോ? എന്തുകൊണ്ട് കിട്ടുന്നില്ല? സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള എന്തോ ഒരു മാനസിക അകൽച്ചയായിരിക്കും നമ്മുടെയൊക്കെ പ്രശ്നം. അതുകൊണ്ട് അനന്തര സ്വത്ത് വീതം വെക്കുമ്പോൾ അറിയാം സഹോദരങ്ങളുടെ യഥാർത്ഥ ബന്ധം എന്ന്. അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ, വിശ്വാസികൾ ഏതവസ്ഥയിലാണെങ്കിലും അവരുടെ സ്നേഹബന്ധത്തിൽ സ്വഭാവം നിലനിർത്തുന്നവരാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നവരാണ് എന്ന്. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ ഉരച്ച് കാണിക്കാവുന്ന ഓരോ മുഹൂർത്തങ്ങളാണ്, ഓരോ സാഹചര്യങ്ങളാണ് വിശദീകരിക്കപ്പെട്ടത്. എന്താണ് ഞാൻ, എവിടെയാണ് ഞാൻ എന്ന് വിലയിരുത്തി വീഴ്ചകളെ പരിഹരിച്ച് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ പടപ്പുകളെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.